സർ, ആ ഇപ്പം വണ്ണാമ്പാറയ്ക്കടുത്തൂടെ മൂവ് ചെയ്യുന്ന നമ്പറിലേക്ക് കോളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ASI സുബ്രൻ സാറിന്റെ നമ്പറിൽ നിന്നാണ്. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. എങ്ങടാ വരിക? ராவனோட புத்தி தாண்டா எனக்கு, அது தெரியுமா? 10 தலை. புறா புறா அப்பா டார்ச்சடிக்காடுறா. ആ സുപ്ര, സർ. ഞങ്ങൾ ഇവിടെ എത്തി. ലേറ്റ് ആയില്ലല്ലോ? ഇല്ല സർ. ആ, പത്രികക്കാരങ്ങളെല്ലാം പക്കത്തിൽ தான் இருக்காங்க. മിടുക്കന്മാരാട്ടോ അവര്. പിന്നെ എന്തിനാടോ ടെൻഷൻ? ആ ചെക്കൻ ലൈനിലല്ലേ? അവനെത്തും, അവൻ ഉടനെ എത്തും സർ. ആ, ജസ്റ്റ് റിലാക്സ്, റിലാക്സ് സുപ്ര. ഓക്കെ. சின்ன ஒரு ஸ்மக்லிங். என் மொத பொண்டாட்டிக்கு 3 பசங்க, என் சின்ன வீட்டுக்கு 2 பசங்க. ரொம்ப சந்தோஷமா இருக்கிறேன்ப்பா. இந்த மாதிரி சின்ன சின்ன ஒரு ஐடியா எப்படி இருக்கு என் புத்தி? நான் சொன்னேன் இல்லையா, அந்த அக்கு 10 தலை. ஏய் தூக்கியா? தூக்கு தூக்கு. டைம் லேட் ஆச்சு, சீக்கிரம் போய் ஏத்தங்க. வாடா, வந்து வண்டியில் ஏறா. அண்ணா ஏறுங்க அண்ணா, ஏறு சீக்கிரம். ഹലോ ക്രിസ്റ്റി. എല്ലാം ഓക്കെയാണ് സർ. தெளிவு பாரா. ஏன்டா டென்ஷனா இருக்க? நான் ஸ்மக்லிங் பண்ணி போவா? ஆமா. என் பெரிய பொண்டாட்டி, என் சின்ன பொண்டாட்டி, 2 தினம் சமமா வச்சுல. எல்லாம் என்னோட கிட்னிடா. நிஜமா? இவன் ரொம்ப கோவமா இருக்கா. இதுக்கு நான் ஒரு பாட்டு போடலாமா? ஆமா. கவலைப்படாதே சகோதரா, என் கவலைப்படாதே சகோதரா. ക്രിസ്റ്റി, കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെയാണ് സർ. ആരും അറിയാതെ പോകുമായിരുന്നൊരു സാധാരണക്കാരൻ്റെ കൊലപാതകം വെളിച്ചത്ത് കൊണ്ടുവന്നത് നീയാണ്. ആവേശം മൂത്ത് നമ്മുടെ പേരൊന്നും അച്ചടിച്ച് കളയരുതെന്ന് പത്രസുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. നീ പേടിക്കണ്ട. സാർ, എനിക്ക് പറയൂ ക്രിസ്റ്റി. സാറിനെ ഒന്ന് കാണണം.
എനിക്ക് സാറിനെ കാണാൻ പറ്റുമോ? താനൊന്ന് സമാധാനപ്പെടോ. സാർ എന്നോട് എന്തെങ്കിലും ചോദിക്കോ? ഞാൻ എന്തെങ്കിലും പറയേണ്ടി വരുമോ? ഹലോ 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 സാർ 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 കേൾക്കുന്നില്ലേ? സാർ സാർ ഹലോ ഹലോ സാർ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ സാർ കേൾക്കുന്നില്ലേ? ഹലോ എൻ്റെ ജീവിതം ഇനി എന്തായി തീരുമെന്ന് അറിയോടാ നിനക്ക്? ഒരുപാട് കാലം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ? വകുപ്പും കണക്കും ഒക്കെ നിനക്ക് കൃത്യമായിട്ട് അറിയാലോ അല്ലേടാ? അല്ലേടാ? സാർ, എന്തായി? സുബ്രൻ സാറിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാർ. ஸ்விட்ச் ஆஃப்? യെസ് സാർ. அந்த ஆள் என்ன லூசா? அரை மணி நேரத்தில் வரேன்னு சொல்லிட்டு ஸ்விட்ச் ஆஃப் பண்ணி வச்சிருக்கான். സാർ, കമ്മീഷണർ ലൈനിലുണ്ട്. Ask him to hold the line. സാർ, அந்த டிரைவர் பேர் என்ன? ക്രിസ്റ്റി. Call him. സാർ, ഔട്ട് ഓഫ് കവറേജ്. Out of coverage. യെസ്. சுத்தம் irresponsible fellows. നീ അത്രത്തോളം ആലോചിച്ച് കൂട്ടണ്ട. അങ്ങനെ പേടിക്കാനൊന്നുമില്ല. വേണ്ട, അവരോടൊന്നും വിളിച്ചു പറയണ്ട. അത് നീ എന്തിനാ ചെറിയാനെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളോട് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? ആദ്യമായിട്ടാ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ സൈൻ ചെയ്ത് വിടുന്നത് അല്ലേ പ്രൊഫസർ? അതല്ല ജെ, കാര്യങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത്. പേടി എല്ലാവർക്കും ഉണ്ട്. ഹേയ്, ഒരു സാധാരണക്കാരൻ മരിക്കുന്നത് അത്ര വലിയ പ്രശ്നമാണോ? അതെ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഹ, ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ട് ആരെങ്കിലും ചെയ്യുന്നതാണോ? സംഭവിച്ചു പോയി, അപ്പോൾ അതിജീവിക്കണം. അതിനു വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ചെയ്യണം, ചെയ്യും. டேய், என்னடா இது? ചെക്കിങ് താന്നാ. என்னடா நம்ம லாரியை செக்கிங்க? போய் சொல்லிட்டு வா. போ போ போ. പോരെ. என்ன சார், என்ன பிரச்சனை? നീ ഇങ്ങോട്ട് അറിയടാ. என்னமோ ஒரு ப்ராப்ளம் இருக்கு. நீ நம்ம தெரியல, பார்க்கலாம். വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കാതെ വണ്ടി മര്യാദയ്ക്ക് ചെക്ക് ചെയ്ത് വിടറോ. ശരി സാർ. ആരടാ വണ്ടിയിൽ വേറെ? ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയടാ. என்ன சார் இது? ഈറ്റ മുഴുവൻ അഴിച്ച് പരിശോധിച്ചിട്ട് പോയാൽ മതി. ഇല്ലേ കിടത്തി പൊറപ്പിക്കില്ല സത്യനാഥൻ. അവനാരാ? അവൻ ഒറ്റയ്ക്കാ? வண்டி பஞ்சர் ஆயிடுச்சு, லிஃப்ட் கொடுத்தேன் சார். ആ അത് പറ. എടോ, പുറത്തേക്ക് ഇറങ്ങി നോക്കേ, ഇത് അവൻ തന്നെയാണോ ഒന്ന്. അല്ല, അവിടെ